സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുകയാണ്. പക്ഷേ വെയിലിന്റെ ചൂടിൽ പൊതുജനം ചുട്ടുപൊള്ളുകയാണ്. കോഴിക്കോട് നഗരത്തിൽ വലിയ ചൂടാണ് ഓരോ ദിവസവും അനുഭവപ്പെടുന്നത്. അസംഘടിത മേഖലയിൽ നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നഗരത്തിൽ തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിക്കണം എന്ന ആവശ്യവും ശക്തമാകുകയാണ്. സൂര്യനങ്ങ് ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന നട്ടുച്ച സമയം, പൊള്ളുന്ന വെയിലാണ്. ഈ വെയിലിലും പണിയെടുക്കുന്ന അതിജീവനത്തിനായി പോരാടുന്ന ഒരുപറ്റം ആളുകളുണ്ട് ഇവിടെ. ആ ഉള്ളുപൊള്ളുന്ന കാഴ്ചയിലേക്കാണ്. വെയിലാണെങ്കിലും മഴയാണെങ്കിലും പണിയെടുത്തേ മതിയാകും. അടുപ്പ് പുകയുണ്ട് എന്നാണ് നിസ്സഹായതയോടെയുള്ള ചിലരുടെ ചോദ്യം. ഒന്നും എടുത്തിട്ട് കാര്യമില്ല, വീട്ടിൽ പുകയില്ല, അടുപ്പ് പുകയില്ല. അപ്പം പണിക്ക് വരിക തന്നെയാ. ചൂടൊന്നും പ്രശ്നമാക്കില്ല മോളെ, ജീവിക്കണ്ടേ, അരി വാങ്ങണ്ടേ. എങ്ങനെയുണ്ട് ഈ വെയില്? വെയിലുണ്ട്, നല്ല ഡിഗ്രി ചൂടുണ്ട്, നല്ല ചൂടൊക്കെ ഉണ്ട്. വേറെ നിർവാഹമില്ല, കൊള്ളണ്ട്. ഈ വെയിലത്ത് നിന്നൊന്നും മാറിയിരുന്ന് 2 മാസം ഗ്യാപ്പൊക്കെ എടുക്കാനൊന്നും പറ്റൂല. എനിക്കിത് പ്രശ്നമൊന്നുമില്ല. ഞാനിത് കൊണ്ട് ശീലിച്ചതിനെ കൊണ്ട് അവിടുത്തെ വെയിൽ കൊണ്ട് വന്നാളാ. ചേട്ടാ, നല്ല ചൂടല്ലേ? നല്ല ചൂടാണ്. ഞാൻ കുരിശുപള്ളീൻ്റെ അവിടെ വെക്കും. പിന്നെ ചൂട് അധികം നടക്കലില്ല. ചൂട് നല്ല ചൂടാണ്, ഭയങ്കര ചൂടാണ്. എന്ത് ചെയ്യാൻ, അത് കാലാവസ്ഥേനനുസരിച്ചാണ്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ട് സഹിച്ചാൽ പറ്റുള്ളൂ, അല്ലാതെ എന്ത് ചെയ്യാൻ, നാട്ടുകാർക്ക് അറിയില്ലേ. നല്ല ചൂടാണ്. പിന്നെ ചെറുങ്ങനെ തണലിലിങ്ങനെ നിൽക്കണമെന്നുള്ളു. കച്ചവടം കുറവാണ്. ചൂടാകുമ്പോൾ ആള് പുറത്തേക്ക് വരില്ല, ആള് നിൽക്കൂല, ആള് വേഗം അങ്ങോട്ട് വീട്ടിലേക്ക് പോകും. ഡെലിവറി സ്റ്റാഫാണ് ഏറ്റവും അധികം ഈ ചൂടത്ത് പണിയെടുക്കേണ്ടി വരുന്ന ആൾക്കാരാണ്. എങ്ങനെയുണ്ട് ചൂട്? ചൂട് ഹെവിയാണ്. പക്ഷേ നമ്മൾ കുറേ വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. കൈയും ഒക്കെ പൊള്ളുന്നൊക്കെ സാഹചര്യം ഉണ്ടായി? ഉണ്ട്. അതുകൊണ്ട് ഗ്ലൗസും പിന്നെ ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. വെയിലേറ്റ് പൊള്ളുന്നുണ്ട് പലർക്കും. പക്ഷെ മറ്റ് നിർവാഹമില്ലല്ലോ എന്നൊരു ഉത്തരം മാത്രം. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ വെയിലേറ്റ് തളരുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും ഇവർക്ക് പാലിക്കാൻ കഴിയുന്നില്ല. സമയക്രമത്തിൽ മാറ്റം വരുത്തണമെന്ന ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പാവപ്പെട്ട തൊഴിലാളികളുടെ കാര്യത്തിൽ അതും ബാധകമല്ല. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുകയാണ്. പക്ഷേ പുറത്തെ വെയിലിലാണ് പൊതുജനം ചുട്ടുപൊള്ളുന്നത്. ജനം, കോഴിക്കോട്.